ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആണെന്ന്. നമ്മളൊരു ഓൾഡ് ബുക്ക് തുറന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ഉണ്ടാവും എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനൊന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്തിട്ടുള്ളത് A4 ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ബുക്കിന് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ച് നമുക്ക് A4 ഷീറ്റ് എടുക്കാവുന്നതാണ്. ഒരു ഷീറ്റിനെ ഞാൻ രണ്ടാക്കി മടക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറിയ ബുക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നാലാക്കി മടക്കാം. ഇപ്പം ഞാനത് രണ്ടാക്കി മടക്കിയിട്ടുണ്ട്. നല്ലപോലെ നമ്മളെ ബുക്സ് എല്ലാം നല്ല നീറ്റായിട്ട് ഒരേ ലെവലുണ്ടാവില്ലേ, അതേപോലെ മടക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു പഴയ ബുക്ക് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബുക്സിൻ്റെ സൈഡ് എല്ലാം പേപ്പറിനെല്ലാം ഒരു ഡാമേജ് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതേ ഒരു ഫീല് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പേപ്പറിൻ്റെ 3 ഭാഗവും കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കീറി കൊടുക്കുക. അങ്ങനെ A4 ഷീറ്റ് എല്ലാം ഞാൻ ഇതേപോലെ കീറിയിട്ടുണ്ട്, സൈഡെല്ലാം കീറിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബുക്കിന് ആവശ്യമായിട്ടുള്ള അത്രയും A4 ഷീറ്റ് ഞാൻ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇത്രയും മതി എനിക്ക്. അപ്പോൾ അതിനുള്ള എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഫ്രഷ് പുതിയൊരു പേപ്പർ പോലെ ഉണ്ടല്ലേ, അപ്പോൾ ഇതിനൊന്ന് പഴയതാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല കടുപ്പത്തിലുള്ള കട്ടൻ ചായ എടുത്തിട്ടുണ്ട്. ഇനി കാപ്പിയാണ് എന്നുണ്ടെങ്കിൽ അതായാലും മതി, പക്ഷെ നല്ല സ്ട്രോങ് ആയിരിക്കണം. സ്ട്രോങ് കട്ടൻ കാപ്പിയിൽ നമ്മൾ ഈ പേപ്പർ അങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുക. ഒരു 20 സെക്കൻഡ് വരേക്ക് നമ്മളിത് വെള്ളത്തിലൊന്ന് മുങ്ങി നനഞ്ഞ് കിട്ടുന്ന രീതിയിൽ വേണം അതിനെ കട്ടൻ കാപ്പിയിൽ മുക്കാനായിട്ട്, അല്ലെങ്കിൽ കട്ടൻ ചായ. അതിൽ നല്ലപോലെ ഒന്ന് മുക്കിയെടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഡ്രൈ ആവണം. അങ്ങനെ എടുത്തിട്ട് നമ്മൾ എവിടെയും വരയാനോ ഇതാക്കാനോ പിടിച്ചാൽ പെട്ടെന്ന് കീറി വരും. പഴയ ബുക്കാണ്, കുറച്ച് കീറിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളത് കെയർഫുള്ളായിട്ട് വേണം അത് മാറ്റി വയ്ക്കാനായിട്ട്. എന്നിട്ട് നല്ലപോലെ ഉണങ്ങി കിട്ടണം. ഡ്രൈ ആവുന്നതിന് വേണ്ടിയിട്ട് വെയിലത്തൊന്നും വയ്ക്കേണ്ട, കുറച്ച് നല്ല ഫാനിൻ്റെ കാറ്റിൽ വെച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. ഇനി ഇതെല്ലാം ഒന്ന് ഉണക്കിയെടുക്കണം. ഞാൻ ഇത്രയും ഉണക്കിയെടുത്തിട്ടുണ്ട്. എനിക്ക് 1 മണിക്കൂറിനകത്ത് തന്നെ ഏതാണ്ട് നല്ലപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇത് നോക്കി നോക്കും. നമ്മൾ ആദ്യം നല്ല ഫ്രഷ് ആയിട്ടുള്ള A4 ഷീറ്റായിരുന്നു. ഇപ്പോൾ കണ്ടാലൊരു കാലപ്പഴക്കം ചെന്ന പേപ്പറുകൾ മാറി അതേപോലെ ഉണ്ട്. നമ്മൾ പേപ്പറിൻ്റെ സൈഡ് ഭാഗമെല്ലാം ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശരിക്കും കറക്റ്റ് ഒരു പഴയ ഒരു ചെതലരിച്ച ബുക്കിൻ്റെ പേജുകൾ എങ്ങനെ ഉണ്ടാവും അതേ ഒരു കറക്റ്റ് ഫീൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു കവറെന്ന് പറഞ്ഞാൽ ഒരു തിക്കായിട്ടുള്ള അതിൻ്റെ ഒരു ചട്ട തയ്യാറാക്കണം. അതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു തിക്കായിട്ടുള്ള കട്ടിയുള്ളൊരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബുക്കിന് വേണ്ട സൈസിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ തിക്കായിട്ടുള്ള ഒരു ക്ലോത്ത് വെച്ചിട്ട് അതിനൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. ഒരു ബുക്കിൻ്റെ പുറത്തത്തെ ചട്ട എപ്പോഴും നല്ല തിക്കായിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. ഇത് ഒരു പശ വെച്ചിട്ട് ഒട്ടിക്കുക, അല്ലെങ്കിൽ നമുക്ക് സൂചി നൂലും വെച്ചിട്ട് തുന്നിയെടുത്താലും മതി. പശയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, നല്ല ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ബുക്ക് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഒരു സെയിം പേപ്പർ എടുത്തിട്ട് ഇതിനൊന്ന് ഫുള്ളായിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ആ ചട്ടയൊന്നും അറിയാത്ത രീതിയിൽ ഒന്ന് ഒട്ടിക്കുക. അതിൻ്റെ വശം ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിനി ബുക്ക് ബൈൻഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം.
ഇനി നമുക്ക് പിന്നെ ചെയ്യാനുള്ളത് ഒരു സൂചി നൂലെടുക്കാം. നല്ല കട്ടിയുള്ള സൂചിനെ എടുക്കാം, നൈസ് സൂചി എടുക്കരുത്. അത് വെച്ചിട്ടാണ് ഇനി നമ്മൾ തുന്നാനുള്ളത്. 3 പേപ്പർ ഒന്നിച്ച് വെച്ച് ഉള്ളിൽ മടക്കി മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തുന്നി എടുക്കാൻ പറ്റും. ഇത് ഒന്നിച്ച് തുന്നി കഴിയുമ്പോൾ തുന്നാൻ ഒരു കുറച്ച് കഷ്ടമാവും. അപ്പോൾ ഞാൻ ഓരോന്നും 3 പേപ്പർ വെച്ചിട്ട് ബുക്ക് മാറി തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ മറ്റെല്ലാ പേജുകളും ഇതേപോലെ നമ്മൾ തുന്നിയെടുക്കുന്നുണ്ട്. ഇനി തുന്നിയെടുത്ത് കഴിഞ്ഞാൽ എല്ലാം തനിയല്ലേ. അപ്പോൾ ഇതിനെല്ലാം കൂടി ഒരു ബുക്കിൻ്റെ രൂപത്തിലാക്കി മാറ്റുന്നതിന് പുറത്ത് ഇതേ കളറുള്ള പേപ്പർ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് പിരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ബുക്കിൻ്റെ രൂപത്തിൽ തന്നെ ആയിട്ടുണ്ട്. ഇനി പിന്നെ ചെയ്യാനുള്ളത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചുള്ള ഫേസ് കവറിലേക്ക് ഈ ബുക്കിനെ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യാണ്. ഒരു പശ വെച്ച് ഒട്ടിച്ചിട്ടാണ് നമ്മളതിനെ ഫിക്സ് ചെയ്യുന്നത്. ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബുക്സിൻ്റെ പണി കഴിഞ്ഞു. പിന്നെ അതിൽ കുറച്ച് നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിലുകളും കാര്യങ്ങളെല്ലാം എഴുതാം. ഈ ബുക്കിൽ ഞാൻ കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. ഈ ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നത് തന്നെ ഒരു സ്കെൽട്ടൻ ലീഫാണ്. ഈ സ്കെൽട്ടൻ ലീഫ് ഞാൻ ചെയ്തത് തന്നെയാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഒന്ന് കാണുക കേട്ടോ എല്ലാവരും, കാണാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ കുറച്ച് ചൈനീസ് ഭാഷയിലൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കുറേ ആഗ്രഹങ്ങളും കാര്യങ്ങളും എന്നെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഈ ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ ബുക്കിനെ നമ്മൾ ക്രിയേറ്റീവ് ആക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫാമിലിയിലേക്കും മറ്റ് ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഈ വീഡിയോ എത്തിക്കുക. എൻ്റെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും വളരെയധികം നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.